ലോകത്തെ സ്വാധീനിച്ച, ലോക ചരിത്രത്തെ തിരുത്തിയെഴുതിയ മഹാത്മാഗാന്ധി എന്ന യുഗപുരുഷന്റെ ജീവിതത്തെ റിച്ചാർഡ് ആറ്റൻബറോ എന്ന മികവുറ്റ ചലച്ചിത്ര സംവിധായകൻ അഭ്രപാളിയിലേക്ക് എത്തിച്ചപ്പോൾ അത് ലോക സിനിമയിലെ തന്നെ നാഴികക്കല്ലായി മാറി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വ്യക്തിയിൽ നിന്ന് മഹാത്മാഗാന്ധി എന്ന ഇതിഹാസ പുരുഷനിലേക്ക് പരിണമിക്കുന്ന ഗാന്ധിജിയുടെ ജീവിതഗാഥയെ പൂർണ്ണമായും അതിന്റെ എല്ലാവിധ ഭാവ തേജസ്സോടെയുമാണ് ഗാന്ധി എന്ന 1982 ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ വേരുകളുള്ള എന്നാൽ ബോളിവുഡിലെ പ്രമുഖ നടനുമായ ബെൻ കിങ്സ്ലി മഹാത്മാഗാന്ധിയായി വേഷമിട്ടപ്പോൾ ലോകം വിസ്മയത്തോടെ ആ പ്രകടനം കണ്ടിരുന്നു. മഹാത്മജിയുടെ രൂപസാദൃശ്യവും ശരീരഭാഷയും അസാമാന്യ വൈഭവത്തോടെ സന്നിവേശിപ്പിച്ച് നിറഞ്ഞാടിയ ബെൻ കിങ്സ്ലി ആ പ്രകടനത്തിലൂടെ അനശ്വരനായി. പീരിയോഡിക് ബയോഗ്രഫിക്കൽ ഫിലിം എന്ന ജേനറയിൽപ്പെടുന്ന ചിത്രം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ദുരിത ദുഃഖങ്ങളെ നിഷ്പക്ഷമായും സത്യസന്ധമായും വരച്ചിടുന്നു. ജോൺ ബ്രൈലി രചന നിർവഹിച്ച ഗാന്ധി വിതരണം ചെയ്തത് കൊളംബിയ പിക്ചേഴ്സ് ആയിരുന്നു. 3 മണിക്കൂർ 11 മിനിറ്റ് ദൈർഘ്യം വരുന്ന ചിത്രം നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും ഒരുപോലെ നേടി വൻ വിജയമായി മാറി. 11 ഓസ്കാർ നോമിനേഷനുകൾ നേടിയ ഗാന്ധി അതിൽ 8 അവാർഡുകൾ സ്വന്തമാക്കി. മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച സംവിധായകൻ എന്നീ പുരസ്കാരങ്ങൾ കൂടാതെ 55ാമത് അക്കാദമി അവാർഡ് ഭാരതത്തിൽ മറ്റൊരു നേട്ടം ഗാന്ധിയിലൂടെ സ്വന്തമാക്കാനായി. ഭാനു അത്തയ്യ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന് ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കിയതിലൂടെ ആദ്യമായി അക്കാദമി അവാർഡ് ഇന്ത്യയിലേക്ക് എത്തി. അങ്ങനെ ഭാനു അത്തയ്യ ആദ്യമായി ഓസ്കാർ പുരസ്കാരം നേടിയ ഇന്ത്യനായി. പല നേതാക്കന്മാരെയും സ്ക്രീനിലെത്തിക്കുക എന്ന വെല്ലുവിളി ആറ്റൻബർഗ് ഏറ്റെടുത്തു. അനുയോജ്യരായ നടീനടന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. റോഷൻ സേഠ്, കാൻഡീസ് ബെർഗൻ, റോഹിണി ഹച്ചൻഗഡി, മാർട്ടിൻ ഷീൻ തുടങ്ങി ഒട്ടേറെ ഇന്ത്യൻ അഭിനേതാക്കളും തിളങ്ങിയ ചിത്രത്തിൽ ഇന്ത്യയുടെ സാമൂഹിക ചിത്രം യഥാർത്ഥമായി തെളിയുന്നു. ഏകദേശം 60 വർഷം നീണ്ട സംഭവബഹുലമായൊരു കാലഘട്ടത്തെയാണ് ഗാന്ധി എന്ന ചലച്ചിത്രം ആവിഷ്കരിക്കുന്നത്. കൂടാതെ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ മനുഷ്യന്റെ ജീവിത സമരത്തെയും ത്യാഗപൂർണമായ ദിനരാത്രങ്ങളെയുമാണ് ഗാന്ധി എന്ന അവിസ്മരണീയ ചിത്രം വരച്ചിടുന്നത്.